ഹലോ പ്രിയപ്പെട്ടവരെ, 2024 ജൂലൈ 6 നടന്നിട്ടുള്ള LPUP പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകനമാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. എയിം ബാലുശ്ശേരിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവലോകന വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. സി കോഡിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യുന്നതിലുള്ള കാര്യം ഓർമ്മിക്കുക. സി കോഡിലെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 1929 ലാഹോർ സമ്മേളനത്തിന്റെ പ്രഖ്യാപനങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നതിൽ ഏതാണ് എന്നതാണ് നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം വരുന്നത്, ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം സി ആണ്. നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം സിവിൽ നിയമന ലംഘന സമരം പിൻവലിക്കാൻ തീരുമാനിച്ചു എന്നതാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത്? ചോദ്യം കോഴിക്കോട് ആരുടെ നേതൃത്വത്തിലാണ് ഉപ്പ് നിയമം ലംഘിച്ചത് എന്നതാണ്. ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത് എന്നതാണ് ചോദ്യം. ചോദ്യം നോക്കുക. മൂന്നാമത്തെ ചോദ്യം, സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം ഏത് എന്നുള്ളതാണ്. ഉത്തരം വരുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. ഉത്തരം വരുന്നത് വൈക്കം സത്യാഗ്രഹമാണ്. അപ്പൊ നമുക്ക് നാലാമത്തെ ചോദ്യം നോക്കാം. സാമൂഹ്യ പരിഷ്കർത്താവായ വാഗ്ഭ്രാന്തൻ രൂപം നൽകിയ പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്നാണ് നമ്മുടെ ചോദ്യം. ചോദ്യോത്തരം വരുന്നത് ആത്മവിദ്യാ സംഘം എന്നതാണ് ചോദ്യോത്തരം. ആത്മവിദ്യാ സംഘമാണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യ വികസിപ്പിച്ച പുനരുപയോഗിക്കാവുന്ന ബഹിരാകാശ വിക്ഷേപണ വാഹനത്തിന്റെ പേരെന്ത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അതിന് ഉത്തരം വരുന്നത് പുഷ്പക് എന്നാണ് ഉത്തരം വരുന്നത്. പുഷ്പക് ആണ് ഉത്തരം വരുന്നത്. പുഷ്പക്. നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. സ്വതന്ത്രമായി ടാർഗറ്റ് ചെയ്യാവുന്ന ഒന്നിലധികം റീ എൻട്രി വെഹിക്കിളുകൾ ഘടിപ്പിച്ച ഇന്ത്യയുടെ ബാലിസ്റ്റിക് മിസൈൽ ഏത് എന്നതാണ് ചോദ്യം വരുന്നത്. ബാലിസ്റ്റിക് മിസൈൽ വരുന്നത് അഗ്നി 5 ആണ്. അഗ്നി 5 ആണ് നമ്മുടെ ഈ ചോദ്യത്തിൽ വരുന്നത്. then ഏഴാമത്തെ ചോദ്യം, മെസപ്പൊട്ടേമിയൻ ജനതയുടെ നിർമ്മാണ വൈഭവത്തിന് തെളിവായ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത് എന്നുള്ളതാണ്. പേര് വരുന്നത് എന്താന്നുള്ളതാണ് ചോദ്യം. നോക്കാം. ഉത്തരം നോക്കാം നമുക്ക്. 4 ഓപ്ഷനില് സി ആണ്. സിഗുറാത്തുകളാണ് ഉത്തരമായി വരുന്നത്. സിഗുറാത്തുകളാണ് ഉത്തരമായി വരുന്നത്. നെക്സ്റ്റ് എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് ആര് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. സുഭാഷ് ചന്ദ്രബോസ് ആണ് ഉത്തരമായി വരുന്നത്. സുഭാഷ് ചന്ദ്രബോസ് ആണ്. ഒരുപാട് തവണ PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഹാരപ്പൻ സംസ്കാരത്തിൽ കൃഷിയുമായി ബന്ധപ്പെട്ട് രാജസ്ഥാനിലെ കാലിബംഗിൽ നിന്നും താഴെ പറയുന്നവയിൽ ഏതിന്റെ തെളിവുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് ചോദ്യം വരുന്നത്. ചോദ്യം വരുന്നത് നോക്കാം. ഉത്തരം നോക്കാം. 4 ഓപ്ഷനില് നമുക്ക് ഉഴുതവയൽ എന്നതാണ് ഉത്തരമായി വരുന്നത്. ഉഴുതവയൽ. ഓക്കെ, നെക്സ്റ്റ് 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വനത്തിൽ നടത്തുന്ന വെട്ടിച്ചുട്ട് കൃഷിക്ക് ബ്രിട്ടീഷുകാർ അനുമതി നിഷേധിച്ചത് മൂലം കേരളത്തിൽ ഗോത്ര ജനത ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ കലാപം ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വരുന്നത്. ചോദ്യോത്തരം വരുന്നത് നമുക്ക് നോക്കാം. കുറിച്യ കലാപമാണ്. കുറിച്യ കലാപം. നെക്സ്റ്റ് 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നും തിരിച്ചെത്തിയ ഗാന്ധിജി 1916 ഇന്ത്യയിൽ ആദ്യമായി പങ്കെടുത്ത പൊതുപരിപാടി ഒരു സർവകലാശാലയുടെ ഉദ്ഘാടന പരിപാടിയാണ്. ഏതാണ് ആ സർവകലാശാല എന്നുള്ളതാണ് ചോദ്യത്തിന് ഉത്തരം വരുന്നത്. ചോദ്യത്തിന് വരുന്നത് ബനാറസ് ഹിന്ദു സർവകലാശാലയാണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി, ബനാറസ് ഹിന്ദു സർവകലാശാല. നെക്സ്റ്റ് നമുക്ക് 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 1946 പുന്നപ്ര വയലാർ സമരം തിരുവിതാംകൂറിൽ ഏത് ദിവാന്റെ ഭരണപരിഷ്കാരങ്ങൾക്കെതിരെ നടന്ന സമരമാണ് എന്നാണ് ചോദ്യം വരുന്നത്. ബി വരുന്നത് ദിവാൻ സർ CP രാമസ്വാമിയാണ് നമ്മുടെ ഉത്തരം. ബി ആണ് ഓപ്ഷൻ വരുന്നത്. ഉത്തരം വരുന്നത്. ഓക്കെ, ദെൻ 13ാമത്തെ ചോദ്യം നോക്കാം. സാമൂഹ്യ സംഘമായ കുടുംബത്തിന്റെ സവിശേഷതകൾ ശരിയല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഔപചാരിക ബന്ധം എന്നതാണ് ഉത്തരമായി വരുന്നത്. 14ാം ചോദ്യം നോക്കാം നമുക്ക്. രാഷ്ട്രപതിയുടെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. അപ്പോ ചോദ്യം ഉത്തരം വരുന്നത് നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. രാജ്യസഭാ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കലാണ് 14ാം ചോദ്യത്തിന് ഉത്തരം ഡി ആണ് വരുന്നത്. ദെൻ 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ കൊച്ചി കോർപ്പറേഷന് 100 കോടി രൂപ പിഴ ചുമത്തിയ നീതിപീഠം ഏത് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നത് സി ആണ് ഉത്തരം വരിക. ദേശീയ ഹരിത ട്രിബ്യൂണലാണ് 100 കോടി രൂപ
പിഴ ചുമത്തിയിരിക്കുന്നത്. 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലത്തിന്റെ ഭാഗമല്ലാത്തത് എന്നാണ് ചോദ്യം വരുന്നത്. ഉത്തരം വരുന്നത് കൊങ്കൺ സമതലമാണ്. കൊങ്കൺ സമതലമാണ് ഉത്തരമായി വരുന്നത്. എ ആണ് കേട്ടോ, എ ആണ്, ഓപ്ഷൻ എ ആണ് 16ാം ഉത്തരം. 17ാമത്തെ ചോദ്യം ഉത്തരം വരുന്നത് താഴെ പറയുന്നതിൽ ഇന്ത്യയിൽ ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതെന്നുള്ളതാണ് ചോദ്യം. 17ാം ചോദ്യം വായിച്ചിട്ടുണ്ടാവും. ഏറ്റവും നീളം കൂടിയ മൂന്നാമത്തെ നദി ഏതെന്നുള്ളതാണ് നമ്മൾ ചോദിച്ചിട്ടും. ഉത്തരം വരുന്നത് കൃഷ്ണയാണ്, കൃഷ്ണ. നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2023 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഉൽക്കല ആഭ്യന്തര വിമാനത്താവളം ഏത് സംസ്ഥാനത്താണെന്നുള്ളതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ഒഡീഷ. ഒഡീഷയിലാണ്. നെക്സ്റ്റ് നമുക്ക് 19ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 19 റിസർവ് ബാങ്കിനെ കുറിച്ചുള്ള പ്രസ്താവനകൾ ശരിയായവ ഏതെല്ലാം എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 2. ഓൺലി 1 and 2 ആണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. 20ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം F ആണ്. രണ്ട് പിണ്ഡങ്ങളും പകുതിയായി കുറയുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്രയാകും എന്നതാണ് ചോദ്യം വരുന്നത്. ഉത്തരം വരുന്നത് ഡി ആണ്, F/4 ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, F/4 ആണ്. നെക്സ്റ്റ് 21ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 21ാമത്തെ ക്വസ്റ്റ്യൻ വൈദ്യുതി ബില്ലിങ്ങിൽ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് എത്ര kWh ആണ് എന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 22ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു കാർ 5 സെക്കൻഡിനുള്ളിൽ അതിന്റെ പ്രവേഗം 18 km/h നിന്നും 36 km/h ആകുന്നു ആണല്ലേ. അങ്ങനെയെങ്കിൽ മീറ്റർ സ്ക്വയറിൽ ഇതിന്റെ ത്വരണം എത്ര എന്നാണ് ചോദ്യം വരുന്നത്. അതിന് ഉത്തരം വരുന്നത് സി ആണ്, ഉത്തരം 1 ആണ്. നെക്സ്റ്റ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൽ SI യൂണിറ്റ് ഏതെന്നാണ് ചോദ്യം. 23ാമത്തെ ക്വസ്റ്റ്യൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ SI യൂണിറ്റ് ഏതെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ഡി ആണ്, യൂണിറ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഉത്തരമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 24 ഒഴുകുന്ന ദ്രാവകത്തിലെ ഘർഷണമാണ് വിസ്കോസിറ്റി ആണ് 24ാമത്തെ ചോദ്യം. അതായത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. തന്നിരിക്കുന്ന കാന്തത്തിൽ, അതായത് 25ാമത്തെ ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന കാന്തത്തിന് താഴെ പറയുന്നതിൽ ഏതാണ് ശരി എന്നുള്ളതാണ്. നമുക്ക് 25ാം ഉത്തരമായിട്ട് പറയാനുള്ളത് ബി ആണ് ഉത്തരം. വരുന്നത്. രണ്ട് ധ്രുവങ്ങൾക്കും തുല്യ ശക്തിയാണ് എന്നതാണ് ഉത്തരം. നെക്സ്റ്റ് 26ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രകാശവർഷം എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് എന്ത്? ഡി ആണ് ഉത്തരം. ഡി ആണ് ഉത്തരം. ദൂരം. നെക്സ്റ്റ് നോക്കാം. 27ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു ഒറ്റപ്പെട്ട സിസ്റ്റത്തിന്റെ ആകെ ഊർജം വരുന്നത് എ ആണ് ഉത്തരം വരുന്നത്. സ്ഥിരമായി നിലകൊള്ളും എന്നതാണ് ഉത്തരം ഉത്തരം. നെക്സ്റ്റ് നമുക്ക് 28ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പരമാവധി വേഗത്തിൽ ശബ്ദം സഞ്ചരിക്കുന്നത് ഏത് മാധ്യമത്തിലൂടെയാണ്? പരമാവധി വേഗത്തിൽ, അതായത് ഗരമാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 28 ഓപ്ഷൻ എ ആണ്. 29 നോക്കാം. മാലക്കൈറ്റിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയുന്ന ലോഹം ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, CU ആണ്. അതായത് ഓക്കെ. നെക്സ്റ്റ് നോക്കാം. 30ാമത്തെ ക്വസ്റ്റ്യൻ ഹോമോലോഗസ് സീരീസിലെ തുടർച്ചയായ അംഗങ്ങൾ ഡാഷ് ഗ്രൂപ്പിനാൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്നതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, CH2 എന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 31 മിനറൽ ആസിഡിൽ നിന്നും ഹൈഡ്രജൻ വാതകത്തെ സ്വതന്ത്രമാക്കാൻ സാധിക്കാത്ത ലോഹം ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ ഡി ആണ്. 31 നോക്കാം. 31 കഴിഞ്ഞു. 32ാമത് നോക്കാം. വൈദ്യുത ചികിത്സയിൽ ഇൻട്രാവീനസ് കുത്തിവയ്പ്പിനായി ഉപയോഗിക്കുന്നത് എത്ര ഗാഢതയുള്ള ഉപ്പു ലായനിയാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 0.9 ആണ്. നെക്സ്റ്റ് നോക്കാം. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അന്തരീക്ഷമർദ്ദം 1 ബാർ ആണെങ്കിൽ ഏത് താപനിലയിലാണ് വെള്ളം തിളയ്ക്കുന്നത് എന്നാണ് 33ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം വരുന്നത് 99.6 എന്ന് ഉത്തരം വരുന്ന ബി ഓപ്ഷൻ ആണ് ശരിയായ ഉത്തരം വരുന്നത്. 34ാമത്തെ താഴെ പറയുന്നതിൽ ഏതാണ് സംക്രമ ലോഹം അല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ഉത്തരം വരുന്നത് സി ആണ്. ഓക്കെ, നെക്സ്റ്റ് 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്.
കാർബൺ ന്യൂക്ലിയസിൽ എത്ര ന്യൂട്രോണുകളും പ്രോട്ടോണുകളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ള ചോദ്യം വരുന്നത്. ഓപ്ഷൻ ഉത്തരം വരുന്നത് എ ആണ് കേട്ടോ. എ ആണ് 8,6 ആണ് നമ്മൾ ഉത്തരമായി വരുന്നത്. നെക്സ്റ്റ് 36ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ പറഞ്ഞതിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത്? താഴെ പറയുന്നതിൽ ഏത് ഘടകമാണ് ഒരു രാസപ്രവർത്തനത്തിന്റെ വേഗതയെ ബാധിക്കാത്തത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് നോക്കാം. സി, ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏത്? ദഹനത്തെ സഹായിക്കുന്ന ആമാശയത്തിൽ കാണപ്പെടുന്ന ആസിഡ് ഏത് എന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ്. നെക്സ്റ്റ് 38ാമത് നോക്കാം നമുക്ക്. 38ാമത്, ഹരിതകണത്തിൽ സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്ന ഭാഗം ഏതെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. ഗ്രാന. ഓപ്ഷൻ ബി ആണ് ഗ്രാന. നെക്സ്റ്റ് നോക്കാം. 39ാമത്തെ, ചെറുകുടലിലെ വില്ലസുകളിൽ കാണപ്പെടുന്ന ലിംഫോലോമികൾ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ബി ആണ് ലാക്റ്റിയലുകൾ. 40ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? ഇവയിൽ ഏതാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ? നോവാവാക്സ് എന്നാണ് ഏറ്റവും പുതിയ കോവിഡ് വാക്സിൻ. നോക്കാം നമുക്ക്. 41ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ജൂലൈ 26ന്റെ പ്രാധാന്യം എന്തെന്നുള്ള ചോദ്യം വരുന്നത്. 41ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം സി, കണ്ടൽ ദിനമായി ആചരിക്കുന്നു എന്നുള്ളതാണ്. കണ്ടൽ ദിനമായി ആചരിക്കുന്നു എന്നതാണ്. നെക്സ്റ്റ് 42ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം. ഒന്ന് സ്റ്റോപ്പ് ചെയ്തു. 42ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ന്യൂക്ലിയോടൈഡുകളുടെ ക്രമീകരണം ഈ പരിശോധിക്കുന്ന സാങ്കേതിക വിദ്യ എന്നതാണ്. അപ്പോ സി ആണ് ഉത്തരം വരുന്നത്. DNA പ്രൊഫൈലിംഗ്. നെക്സ്റ്റ് നോക്കാം. 43ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യന്റെ ആദ്യ പാലിൽ കൊളസ്ട്രോൾ ഏറ്റവും കൂടുതലായി അടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. നെക്സ്റ്റ് നോക്കാം. 44ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജകകല. പേശികളെ അസ്ഥികളുമായി ബന്ധിപ്പിക്കുന്ന യോജകകല ടെൻഡൻ ആണ്. നെക്സ്റ്റ് 45ാമത് നോക്കാം നമുക്ക്. താഴെ തന്നിരിക്കുന്നവയിൽ അസ്കോമൈസീറ്റുകൾ എന്ന ഫഞ്ചൈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തത് ഏതാണുള്ള ചോദ്യം വരുന്നത്. സി ആണ് പെനിസീലിയം. പെനിസീലിയം എന്നാണ്. നെക്സ്റ്റ് 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 46, താഴെ തന്നിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത് എന്നുള്ളതാണ് ചോദ്യം. പൂർണ്ണവർഗം എന്നുള്ളത് ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. 0.25 ആണ്. നെക്സ്റ്റ് 47 ചോദ്യം നോക്കാം. സംഖ്യാരേഖയിൽ 3/5നും 4/5നും ഇടയിൽ വരാത്ത ഭിന്നകം ഏത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. സി ആണ് കേട്ടോ ഉത്തരം വരുന്നത്. 3/7 എന്നുള്ളതാണ്. 48, രണ്ട് സംഖ്യകളുടെ ഉസാഗ 16, അവയുടെ ലസഗു 192, ഒരു സംഖ്യ 64 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 48 ആണ്. നമുക്ക് 49ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ക്ലോക്കിലെ സമയം 8:30 ആണ്. അപ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ഡി 75 ആണ് വരുന്നത്. 50ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 50ാമത്തെ ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകളുടെ ശരാശരി 11.5ഉം അവയുടെ വ്യത്യാസം 11.5ഉം ആണെങ്കിൽ വലിയ സംഖ്യ ഹരിക്കണം ചെറിയ സംഖ്യ എത്ര എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അപ്പം എത്രയാണെന്ന് വെച്ചാൽ ഓപ്ഷൻ ബി ആണ്. 3 ആണ് ഉത്തരം വരുന്നത്. 52 നോക്കാം നമുക്ക്. 52 ക്വസ്റ്റ്യൻ. 2/3 into 5/4ന്റെ വില എത്ര എന്നുള്ളതാണ്. 2/3 into 5/4ന്റെ വില എത്ര? ഓപ്ഷൻ ബി ആണ് ഉത്തരം. 5000 ആണ് വരുന്നത്. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 4/20 പ്ലസ് 8/200 പ്ലസ് 32/2000 തുല്യമായ ദശാംശ സംഖ്യ ഏതെന്നുള്ള ചോദ്യം വരുന്നത്. ഓപ്ഷൻ സി ആണ്. 0.256 ആണ്. 54ാം ക്വസ്റ്റ്യൻ നോക്കാം. ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ 10 ദിവസവും രാമു തനിച്ച് ചെയ്താൽ 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇത് PSC സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഇതേ സ്റ്റൈലില്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരുന്നത്. 6 ആണ്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. 55ാമത്തെ ക്വസ്റ്റ്യൻ.
10.1 പ്ലസ് 2.9 ഡിവൈഡഡ് ബൈ 10.1 ഇൻറ്റു 10.1 പ്ലസ് 2.9 ഇൻറ്റു 2.9 മൈനസ് 29.29 ലഘൂകരിച്ചാൽ കിട്ടുന്നത് എന്താണ് ചോദ്യം വരുന്നത്. ഇത് നമുക്ക് ചെയ്താൽ നമുക്ക് ഓപ്ഷൻ ഡി ആണ് 13 ഉത്തരം കിട്ടുക. 56ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 56 സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത് 2010 ആണ്. ഇതിന് 57ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 15 രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത്. സി ആണ് 9% വരുന്നത്. നെക്സ്റ്റ് നോക്കാം നമുക്ക്. 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണെന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. നെക്സ്റ്റ് 59ാമത്തെ നോക്കാം നമുക്ക്. 1 + 2 + 3 ഇങ്ങനെ പോയിട്ട് 50 + 50 വരെ സമം 1275 എങ്കിൽ 3 + 6 + 9 തുടങ്ങി 150 വരെ എത്ര എന്നുള്ളതാണ് വരിക. ഓപ്ഷൻ എ ആണ് 3825 ആണ് വരുന്നത്. 60ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 14 ലിറ്റർ വെള്ളം ഉൾക്കൊള്ളുമെങ്കിൽ അതിന്റെ ഉയരം എത്രയായിരിക്കണം എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ഉത്തരം വരെ ശരിക്കും എ ആണ്, അതായത് 400 എന്നുള്ളത് വരിക. ഇതില് സെന്റിമീറ്റർ എന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഉത്തരം കറക്റ്റ് ആയിരുന്നു. ഇതിൽ യൂണിറ്റ് കൊടുക്കാത്തത് കൊണ്ട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാം എന്നുള്ളതാണ് തോന്നുന്നത്. ഏതായാലും 61ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 61ാമത്തെ നമുക്ക് സൈക്കോളജിയാണ് വരുന്നത്. സൈക്കോളജി ക്വസ്റ്റ്യൻസ് കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഞാൻ ഉത്തരം മാത്രം വായിച്ചു പോകും. ഉത്തരം മാത്രം ഞാൻ പറയാം. ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യന്റെ ഉത്തരം വരുന്നത് സി ആണ് ഉത്തരം വരുന്നത്. 1 തുടങ്ങിയ ഈ സി ആണ്. 1 സി, 2 എ, 3 ഡി, 4 ബി എന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഉത്തരം വരുന്നത്. അതായത് സി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. 61ാമത്തെ. നെക്സ്റ്റ് 62ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 62ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു കുട്ടിയെ അധ്യാപകൻ നിരന്തരം ശകാരിക്കുമ്പോൾ ആ കുട്ടിക്ക് അധ്യാപകനോടുണ്ടാകുന്ന ഭയം അധ്യാപകൻ പഠിപ്പിക്കുന്ന വിഷയത്തിലേക്ക് വ്യാപിക്കുന്നു തുടങ്ങിയുള്ള ഈ ക്വസ്റ്റ്യൻസിൽ ഉത്തരം വരുന്ന ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഡി ആണ് ഉത്തരം വരുന്നത്. ഡി ആണ് ചോദകമാന്യവൽക്കരണം എന്നതാണ് ഉത്തരം വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് 63ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചേരുംപടി ചേർക്കുക എന്നതാണ്. ചേരുംപടി ചേർക്കുക ഇതുപോലെ തന്നെ വലിയ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഉത്തരം നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് ചോദ്യം വായിക്കാൻ വേണമെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ വായിക്കാം. 1 പ്രശ്ന പേടകത്തിലെ പൂച്ച. ഇതാണ് ഈ രീതിയിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ആ ക്വസ്റ്റ്യന്റെ ഉത്തരം വരുന്നത് ഡി ആണ് വരുന്നത് കേട്ടോ. ഡി ആണ് ഉത്തരം വരുന്നത്. കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ വായിക്കാത്തത് വലിയ ക്വസ്റ്റ്യൻ ആയിക്കൊണ്ടാണ്. നമുക്ക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവില്ല, എക്സാം എഴുതാൻ വേണ്ടി വായിച്ചിട്ടുണ്ടാവില്ല. ഏതായാലും ഉത്തരം നോക്കാം നമുക്ക്. 64ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പഠനവും അത് സാധ്യമാക്കുന്ന സാമൂഹ്യ സാഹചര്യവും തമ്മിൽ വേർതിരിക്കാനാവില്ല എന്ന ആശയം അടിത്തറയാക്കി എന്ന് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻ ആണ്. അതിന് ഉത്തരം വരുന്നത് ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. ബി ആണ്. സിറ്റുവേറ്റഡ് ലേണിംഗ് എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ഇതിന് 65 നോക്കാം നമുക്ക്. കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വൈഗോട്സ്കിയുടെ ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതി എന്നുള്ളതാണ്. അത് ബി ആണ്, പ്രതിക്രിയ വ്യാപനം. ഓക്കെ. നെക്സ്റ്റ് 66ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 66ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് പ്രൈമറി ക്ലാസ്സിലെ കുട്ടികൾക്ക് അനുയോജ്യമായതും പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് ICT പഠനം സാധ്യമാക്കുന്നതോടൊപ്പം അവരുടെ ഒട്ടനവധി ശാരീരിക പരിമിതികൾ മറികടക്കാൻ ഉതകുന്ന പ്രവർത്തനങ്ങളും കളികളും അടങ്ങിയതും ആയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയർ ഏത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. ജി കോംപ്ലിക്സ് എന്നാണ് ഉത്തരം വരുന്നത്. 67ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഒരു വ്യക്തിക്ക് താൻ എങ്ങനെ അറിവ് നേടുന്നു എന്നതിനെ കുറിച്ചും ആ പ്രക്രിയയെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതിനെ കുറിച്ചുമുള്ള ധാരണയായി തുടങ്ങിയുള്ള ക്വസ്റ്റ്യനിലെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ധാരണ, ആസൂത്രണം, വിലയിരുത്തൽ എന്നതാണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഇതാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ ക്വസ്റ്റ്യൻ ഉത്തരം. 68ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഭിന്നശേഷിക്കാരായവരുടെ അവകാശ സംരക്ഷണത്തിനായി 2016 നിലവിൽ വന്ന ആക്ട് ഏതെന്നാണ് ചോദ്യം വരുന്നത്. സി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. സി, RPWD ആക്ട് എന്നതാണ് ഉത്തരം വരുന്നത്. 69ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കേരള പാഠ്യ പദ്ധതി ചട്ടക്കൂട് 2007 അടിത്തറയായി സ്വീകരിച്ചിട്ടുള്ള പ്രായോഗിക
രീതിശാസ്ത്രങ്ങളിൽ പെടാത്തത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ആ ചോദ്യം ഉത്തരം വരുന്നത് ബി ആണ്, പാഠപുസ്തക കേന്ദ്രീകൃത പഠനം എന്നുള്ളതാണ്. 70ാമത്തെ ചോദ്യം നോക്കാം. സ്വതന്ത്ര ഇന്ത്യയിൽ ശിശു വിദ്യാഭ്യാസം മുതൽ ബിരുദാനന്തര ബിരുദ ഗവേഷണം വരെയുള്ള വിദ്യാഭ്യാസത്തെ സമഗ്രമായി സമീപിച്ച് പ്രശ്ന പരിഹാരം നിർദ്ദേശങ്ങൾ സമർപ്പിച്ച വിദ്യാഭ്യാസ കമ്മീഷൻ ഏതായിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ബി കോത്താരി കമ്മീഷനാണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് 71ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ പറയുന്നതിൽ വികാസത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഡി ആണ് ഉത്തരം വരുന്നത്. വികാസത്തിന്റെ ഗതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. നോക്കാം നമുക്ക് 72ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സ്വയം കേന്ദ്രീകൃത അവസ്ഥ എന്നത് പിയാഷെ മുന്നോട്ട് വെച്ച ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ പ്രത്യേകതയാണ് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ്. പ്രാഗ്മാനോ വ്യാപാരം ഘട്ടം എന്നുള്ളതാണ്. നെക്സ്റ്റ് 73ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ പറയുന്നതിൽ പ്രക്ഷേപണം രീതിക്ക് ഉദാഹരണം ആണ് ചോദിച്ചത്. ഉദാഹരണം അല്ലാത്തത് ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ സി ആണ് കേട്ടോ, ബിലൻ ക്ലിനിക്കൽ മൾട്ടി ആക്സിയൽ ഇൻവെന്ററി എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് നോക്കാം നമുക്ക് 74ാമത്തെ. എറിക്സണിന്റെ മനോസാമൂഹ്യ വികാസം സിദ്ധാന്തം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികളിൽ രൂപപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിത്വ ഘടകങ്ങൾ എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ്. ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ എ ആണ്, 1ഉം 3ഉം ആണ്. ഓക്കെ, നെക്സ്റ്റ് 75ാമത്തെ ചോദ്യം വരുന്നത്. താഴെ തന്നിട്ടുള്ളവയിൽ വ്യക്തിത്വത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും അവ മുന്നോട്ട് വെച്ച ശാസ്ത്രജ്ഞരും തമ്മിലുള്ള ശരിയായ ബന്ധം സൂചിപ്പിക്കുന്നവ ഏവ എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. അതിൽ സ്റ്റേറ്റ്മെന്റിൽ ഒരുപാട് സ്റ്റേറ്റ്മെന്റുകൾ പറയുന്നുണ്ട്. 1, 2, 3, 4. അതിൽ സ്റ്റേറ്റ്മെന്റിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2, 4. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 76ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 76ാമത്തെ ക്വസ്റ്റ്യൻ. ജീവിതത്തിൽ സന്ദർഭോചിതമായ തീരുമാനമെടുക്കാൻ മറ്റെന്തിനേക്കാളും പ്രധാനപ്പെട്ടതാണ് വ്യക്തിപര ബുദ്ധി എന്ന് ഗാർഡ്നർ സൂചിപ്പിക്കുന്നുണ്ട്. താഴെ പറയുന്നതിൽ വ്യക്തിപര ബുദ്ധിയായി കണക്കാക്കാവുന്നവ ഏവ എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യം ഉത്തരം വരുന്നത് സി ആണ്, 2, 3 ആണ് കേട്ടോ, 2, 3 ആണ്. രണ്ടാമത്തെ 3ാമത്തെ ആണ് ഉത്തരമായി വരുന്നത്. 77 നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ പര്യാവരണത്തിന്റെ സ്വാധീനം നിർണായകമല്ലാത്ത ഘടകം ഏത് എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. ഓപ്ഷൻ ഡി ആണ്, ശരീരത്തിന്റെ ഉയരമാണ്, ശരീരത്തിന്റെ ഉയരം. നെക്സ്റ്റ് നോക്കാം. 78ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. പ്രശ്നങ്ങളെ നിലവിലുള്ള സ്കീമകൾ ഉപയോഗിച്ച് പരിഹരിക്കുന്നത് ഡാഷ് എന്നറിയപ്പെടുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ ആണ്, സ്വാംശീകരണമാണ്. ഓപ്ഷൻ എ സ്വാംശീകരണമാണ്. 79ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. സമീപസ്ഥമായവയെ ഒരു കൂട്ടമായി കാണാനുള്ള പ്രവണത പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളിൽ ഏതിൽ പെടുന്നു എന്നുള്ളതാണ് ചോദ്യം വരുന്നത്. സാമീപ്യ നിയമം കേട്ടോ, സാമീപ്യ. ഓപ്ഷൻ ഡി ആണ്, സാമീപ്യ നിയമം. നെക്സ്റ്റ് 80ാമത്തെ നോക്കുക. ചേരുംപടി ചേർക്കുക എന്നതാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ നോക്കുക, വായിച്ച് ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാക്കുക. ഇതിന് ഉത്തരം വരുന്നത് എവിടെ വെച്ചാൽ ഡി ആണ് ഉത്തരം വരുന്നത് കേട്ടോ, ഡി ആണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. 81ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക്. 81. സൈക്കോളജി കഴിഞ്ഞു. സൈക്കോളജി നേരത്തെ ചോദിച്ച ചോദ്യങ്ങളും എല്ലാം മിക്സ് ചെയ്തുകൊണ്ട് വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ഒരുവിധം 18 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിലവിൽ ഇന്നത്തെ എക്സാമിൽ ചോദിച്ചിട്ടുള്ളത്. ഇതുപോലെ തന്നെ നമ്മൾ GK-യിലാണെങ്കിലും GK-യിൽ ചോദിച്ചത് അതിൽ സയൻസ് ഏരിയയാണ് കുറച്ച് ടൈറ്റ് ആയിട്ട് വരുന്നത്. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് റേഞ്ച് കൂടി, ഒരു 4-5 ക്വസ്റ്റ്യൻസ് ആണ് റേഞ്ച് കൂടിയിട്ടുള്ളത്. ബാക്കിയുള്ള ക്വസ്റ്റ്യനും വലിയ കുഴപ്പമില്ല. പിന്നെ അതിൽ മാത്സും സിമ്പിൾ ആയിരുന്നു. പിന്നെ അതുപോലെ നമുക്ക് വരുന്നതിൽ ഇതുവരെ കഴിഞ്ഞതിൽ നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മൾ നോക്കുന്നത്. ഇതുവരെ കഴിഞ്ഞതിനെ വെച്ച് നമുക്ക് ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി വിലയിരുത്താം, മൊത്തം ക്വസ്റ്റ്യൻസിനും വിലയിരുത്താം. നമുക്ക് ഇംഗ്ലീഷ് നോക്കാം. ഒന്നാമത്തെ, ഇഫ് യു ആർ എ പെയിന്റർ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ്. യു മേ കം ഇൻ എന്നുള്ളതാണ്. 82ാമത് നോക്കാം. whenever he found himself alone എന്നുള്ളതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, he drew cat. 83ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 83ൽ ഉത്തരം വരുന്നത് സി ആണ് ഉത്തരം വരുന്നത് കേട്ടോ, കോക്കനട്ട്സ് എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് 84ാമത്തിന് ഉത്തരം വരുന്നത് ബി ആണ്, ബി ആണ്, എലൈറ്റഡ് എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. 85ാമത്തെ ഉത്തരം ഡി ആണ് വരുന്നത്, ജോയ്ഫുൾ ആണ്. നെക്സ്റ്റ് 86ൽ വരുന്നത് ബി ആണ് ഉത്തരം വരുന്നത്, 86ല് ബി ആണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് 87 നോക്കാം നമുക്ക്. 87
ഡി ആണ് ഉത്തരം വരുന്നത്. 87 ഡി ആണ്. ബിഹേവിംഗ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി. നെക്സ്റ്റ് 88ാമതാണ്. 88 എ ആണ് ഉത്തരം വരുന്നത് കേട്ടോ. 8 ആണ് ഉത്തരം വരുന്നത്. 89ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. 89ാമത്തെ ഉത്തരം വരുന്നത് എ ആണ് ഉത്തരം വരുന്നത്. നെക്സ്റ്റ് നമുക്ക് അതുപോലെ തന്നെ 90ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 90ാമത്തെ ക്വസ്റ്റ്യൻ ഉത്തരം എ തന്നെയാണ് വരുന്നത്. എ ഇൻ എന്നതാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് 91ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മൾ മലയാളത്തിലേക്കാണ് പോകുന്നത്. മലയാളത്തിന്റെ ഈ തവണ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അത്യാവശ്യം നല്ല ടൈറ്റ് ആണ് ക്വസ്റ്റ്യൻസ്. കുഴപ്പമില്ലാത്ത നല്ല ക്വസ്റ്റ്യൻസ് ആണ്, നിലവാരമുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് മലയാളത്തിന് ഉത്തരം നോക്കാം. നമുക്ക് ഓപ്ഷൻ 91 ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഉപമാഗർഭം എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ഓക്കെ. നെക്സ്റ്റ് 92ാമത് വരുന്നത് ഒരു അധ്യാപകൻ 5ഓ 10ഓ കുട്ടികൾ മാത്രമുള്ള ഒരു സംഘത്തെ 5ഓ 10ഓ മിനിറ്റ് മാത്രം നീണ്ട കാലയളവിൽ ചെറിയ ഒരു പാഠഭാഗം പഠിപ്പിക്കുന്ന രീതിയിലുള്ള ബോധന മാതൃകയാണ് എന്നുള്ള ചോദ്യമാണ്. ആ ഉത്തരം വരുന്നത് സി സൂക്ഷ്മ നിലവാരം ബോധനം എന്നുള്ളതാണ് വരുന്നത്. നെക്സ്റ്റ് 93ാമത് നോക്കാം. വാസനാവികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയത് ഏത് മാസികയിലാണെന്നുള്ള ചോദ്യമാണ്. അത് ചോദ്യം വിദ്യാ വിനോദിനി എന്നുള്ളതാണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ വിദ്യാ വിനോദിനി. 94ാമത്തെ പെൺമണി വദനം കണ്ടാൽ തുടങ്ങിയിട്ടുള്ള ആ ക്വസ്റ്റ്യൻ ഉത്തരം വരുന്നത് നമുക്ക് നോക്കാം. സി ആണ് യമകം എന്നതാണ്. യമകം. 95ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതെന്നുള്ളതാണ്. ഓപ്ഷൻ ബി ആണ് അദ്യോതാവ് എന്നതാണ്. 96 നോക്കാം നമുക്ക്. 96 കാഞ്ചനക്കൂടിന്റെ അഴികൾ കൊത്തി മുറിച്ച എന്ന് തുടങ്ങിയുള്ള ആ ക്വസ്റ്റ്യൻ ഉത്തരം വരുന്നത് ഡി വെള്ളത്തോളാണ് വരുന്നത്. നെക്സ്റ്റ് 97ാമത് നോക്കാം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച എന്ന് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. കോഴിക്കോടാണ്. കോഴിക്കോടാണ് ആദ്യത്തെ നഗരമായിട്ട് വരുന്നത്. 98 മലനാട്ടു തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് തുടങ്ങിയുള്ള ഈ ക്വസ്റ്റ്യൻ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇളകുളം കുഞ്ഞൻ പിള്ള എന്നതാണ് വരുന്നത്. 99ാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിന്റെ 50ാം വർഷത്തിലെത്തിയ എന്ന് തുടങ്ങിയുള്ള ക്വസ്റ്റ്യൻ ഉത്തരം വരുന്നത് മയ്യപ്പുഴ തീരങ്ങളിൽ എന്നുള്ള ബി ആണ് ഉത്തരം വരുന്നത് കേട്ടോ. ബി ആണ് ഉത്തരം വരുന്നത്. 100ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം എന്നുള്ളത്. ഇതിലെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ പറഞ്ഞിട്ട് അതിനകത്ത് ശരിയായ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഓപ്ഷൻ സി ആണ്. അതായത് 2ാമത്തതും അതുപോലെ തന്നെ 3ാമത്തതാണ് ശരി എന്ന് പറയുന്നത്. ഓക്കെ. ഓപ്ഷൻ സി ആണ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ വിലയിരുത്തി കഴിഞ്ഞു. ഇത് സി കോഡാണ്. സി കോഡിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വിഷയം നടത്തിയിട്ടുള്ളത്. നിങ്ങൾ എയും ബിയും സിയും ഒക്കെ ചെയ്ത ആൾക്കാരുണ്ടാവും. എല്ലാവരും എന്ത് വെച്ചാൽ ഈ ക്വസ്റ്റ്യൻസ് അനുസരിച്ച് കേട്ടിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾ വിലയിരുത്തുക. നമ്മൾ 100 ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഏകദേശം ഇതിന്റെ മാർക്കുകൾ നമുക്ക് വിലയിരുത്താം. നിലവിലെ വന്ന ക്വസ്റ്റ്യൻ നമ്മൾ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നാം. കാരണം നേരത്തെ പഠിച്ച ആൾക്കാരൊക്കെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും പലയിടങ്ങളിൽ കണ്ടതും പല ഏരിയകൾ കവർ ചെയ്തുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ ഏരിയയും അറിയുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം നല്ലതാണ്, സിമ്പിളാണ് എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ എന്നാൽ എന്താ പറയുക, ഇതിനകത്ത് ഇംഗ്ലീഷ് കുറച്ച് നല്ല ടൈറ്റാണ്. അതുപോലെ തന്നെ എന്താ പറയുക, മലയാളം കുറച്ച് ടൈറ്റാണ്. അപ്പോൾ അതുപോലെ ജി കെയിൽ സയൻസ് ഏരിയയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് കുറച്ച് ഉള്ളോട്ട് കയറി പോയിട്ടുണ്ട്. അതും കുറച്ച് എല്ലാവർക്കും കിട്ടാൻ സാധ്യതയില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അവിടെ എവിടെയൊക്കെ എന്താ പറയുക കയറി വന്നിട്ടുണ്ട്. കുറച്ച് കുഴപ്പമുള്ള ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ കട്ട് ഓഫ് മാർക്ക് പിന്നെ ഒരു 57 മുതൽ തുടങ്ങിയിട്ട് ഒരു 63 വരെയൊക്കെ ആയിരിക്കും കോഴിക്കോട് ജില്ലയുടെ കട്ട് ഓഫ് മാർക്ക് വരാനുള്ള സാധ്യത തോന്നുന്നു. 500 ആൾക്കാരൊക്കെ ലിസ്റ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ. ഇനി അതിൻ്റെ കുറവ് വരികയാണെങ്കിൽ ചിലപ്പോൾ കട്ട് ഓഫ് മാർക്ക് ചിലപ്പോൾ കൂടിയേക്കാം കേട്ടോ. കാരണം ലിസ്റ്റിലിടുന്ന ആൾക്കാരെ എണ്ണത്തിനനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഒറ്റയടിക്ക് നമുക്ക് ഇത്ര കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുകയാണെങ്കിൽ ലിസ്റ്റിൽ വരുന്ന ആൾക്കാരെ എണ്ണോ ഏകദേശം നമ്മൾ പറയണല്ലോ. അത് വെറുതെ നമ്മൾ കട്ട് ഓഫ് മാർക്ക് ഇത്ര വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ആ ഒരു റേഞ്ചിൽ വരാനുള്ള സാധ്യത എന്ന് തോന്നുന്നു. കോഴിക്കോട് ജില്ലയുടെ ടോപ്പ് സ്കോർ വരാൻ സാധ്യത 80 to 85 വരെയാണ്. അതിനിടയിലാണ് കോഴിക്കോട് ജില്ലയുടെ ടോപ്പ് സ്കോർ വരാൻ സാധ്യതയുള്ളത്. 75-നും 80-നും ഇടയിലൊക്കെ ആയിരിക്കും ടോപ്പ് സ്കോർ വരാൻ സാധ്യത ഉണ്ടാവുക. ഓക്കെ, എന്തായാലും വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്.